തെക്കൻ ഗസയിൽ ഇസ്രയേൽ ഹമാസ് ഏറ്റുമുട്ടലിൽ 30 പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുമ്പോഴാണ് പി നമുക്കൊപ്പം ചേരുക. സ്വതന്ത്ര പലസ്തീൻ രാജ്യം അനുവദിക്കില്ല എന്ന നിലപാടിൽ നിന്ന് മാറി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു ചുവടുമാറ്റം നടത്തിയിരിക്കുന്നുവെന്ന് വാർത്ത കൂടി വരുന്നു. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് ജെയിംസ്, യഥാർത്ഥത്തിൽ ഹായ് ഹായ് എന്നാണല്ലോ ജെയിംസ് പറയുന്നത്. ആൾക്കാർ പേരിങ് പണ്ട് കോഴി അടിച്ചുള്ള പരിചയമാണ്. വീട്ടിൽ കോഴിയൊക്കെ ഉണ്ടായിരുന്നു ജെയിംസ്? നമ്മളൊക്കെ നാട്ടിൻപുറത്തുകാരല്ലേ എസ്കേൻ? നാടൻ കോഴി, പശു, ആട് എല്ലാം ഉള്ള കർഷകരാണല്ലോ. ഞങ്ങൾ തിരുവനന്തപുരത്ത് വളരുമ്പോൾ പറയുന്നത് എന്തുവരെന്ന് അറിയുമോ? അണ്ണാ കോഴി ഉണ്ടോ അണ്ണാ കോഴി, ഇങ്ങനെയായിരുന്നു ചോദിക്കുന്നത്. പക്ഷെ തൃശ്ശൂരിൽ കോഴി എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ കോഴി മാത്രമല്ല, കോഴി വളർത്തലിന്റെ കേന്ദ്രമാണ് കുമ്പടി ചാമാക്കൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോഴി വളർത്തുന്ന കേന്ദ്രമാണ്. എനിക്കറിയാം. ജെയിംസിന്റെ ഒരു ബന്ധു ഈ കോഴി വളർത്തലിൽ ഒരു കോടീശ്വരനാണല്ലോ. എനിക്കറിയാം ഗ്രൂപ്പ്. ഓക്കെ. ഇനി നമ്മൾ പശ്ചിമേഷ്യയിലേക്ക് പോകൽ. മാത്രമല്ല, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു ചുവടുമാറ്റം ഉണ്ടായെങ്കിൽ അതൊരു വലിയ ചരിത്ര സംഭവമാണല്ലോ. ഈ പാലസ്തീനെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മനസ്സ് സ്വന്തമാക്കിയ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. SKN യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഒരു ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞത് സ്വതന്ത്ര പാലസ്തീൻ രാജ്യം ഉണ്ടാവാൻ അനുവദിക്കില്ല. അമേരിക്കയുടെ അവകാശവാദങ്ങളെ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു. ഇസ്രായേൽ ഒരു രാജ്യം, അപ്പുറത്ത് പാലസ്തീൻ സ്വതന്ത്ര രാജ്യം. അങ്ങനെ 2 സ്റ്റേറ്റ് തിയറിയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടത്. ഇസ്രായേൽ പ്രധാനമന്ത്രി അത് തള്ളിയിരുന്നു പരസ്യമായി പത്രസമ്മേളനത്തിൽ. പക്ഷെ അതിനുശേഷം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി നടത്തിയ ചർച്ചയിൽ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരുത്തിയിരിക്കുന്നു. ഒരു പാലസ്തീൻ രാജ്യം പാടില്ല എന്ന നിലപാട് തനിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളായിരിക്കണം ഒരു പക്ഷേ നെതന്യാഹുവിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അവിടെ ഇസ്രായേലിലായിരിക്കുമ്പോൾ, അവിടെ പത്രസമ്മേളനം നടത്തുമ്പോൾ തങ്ങളുടെ കൂട്ടാളികളായ വലതുപക്ഷ സിയോണിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ഇതായിട്ടാണ് ഇപ്പോൾ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞത്, ഞങ്ങൾ അമേരിക്ക പറയുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ട, അതിനുള്ള സാധ്യതകളുണ്ട് എന്ന സൂചനയാണ് നൽകിയത്. അത് സംഭവിക്കുമെങ്കിൽ ഒരുപക്ഷെ ഏതാണ്ട് 25,000 എത്തി നിൽക്കുന്നു മരണസംഖ്യ ഗസയിൽ. 1,00,000 എത്തുകയാണ്. അതിൽ നിന്ന് ഒരു വലിയ മോചനമുണ്ടാവാം. എന്തായാലും ഇതൊരു വലിയ വാർത്തയായിട്ട് പടരുകയാണ്. പക്ഷേ ഇതിനിടയിലും SKN ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ അതിർത്തിയായ റഫേലുമാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. അവിടെ ഇപ്പോൾ 30 പേർ കൂടി മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു ഇസ്രായേൽ. ഹമാസിൻ്റെ കടുത്ത ചെറുത്തുനിൽപ്പുണ്ട്. ഭൂഗർഭ തുരങ്കങ്ങളിൽ നിന്ന് ഏറ്റുമുട്ടൽ നടക്കുന്നു. ബന്ദികളെ വിട്ടയക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലും തീരുമാനമായിട്ടില്ല. അവർക്കുള്ള മരുന്നുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഈജിപ്റ്റ് ബോർഡർ വഴിക്ക്. ഒരു പെട്ടി ബന്ദികൾക്കുള്ള മരുന്നിന് പകരമായിട്ട് പാലസ്തീനിലെ സാധാരണക്കാർക്ക് വേണ്ടി 1000 പെട്ടി മരുന്നാണ് ഇസ്രായേൽ വഴി എത്തിയിരിക്കുന്നത്. കാരണം അതായിരുന്നു ഫോർമുല. എന്തായാലും അതനുസരിച്ചുള്ള മരുന്നുകൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ബന്ദികളെക്കുറിച്ചുള്ള വിവരമില്ല. പല സ്ഥലങ്ങളിലായിട്ടാണ് അവരെ പാർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്, ഇനി നേരിട്ട് നിങ്ങൾ യുദ്ധം നടത്തി ഇവരെ മോചിപ്പിക്കുമെന്നുള്ള വാദം കളയുക, ഒരു ഫോർമുലയുണ്ടാക്കി നേരത്തെ നടത്തിയ പോലെ ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടാക്കുക, അങ്ങനെ ബന്ദികളെ മോചിപ്പിക്കുക. ഇതിൽ പലരും രോഗം വന്നും അല്ലാതെയൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 120 130 ബന്ദികൾ ബാക്കിയുള്ളതിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല. അവർക്ക് വളരെ ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള മരുന്നുകളാണ് എത്തിച്ചിരിക്കുന്നത്. SKN ബേബി ജെയിംസ്, ഇപ്പോഴൊരു വാർത്ത ഷഹദ് റഹ്മാൻ അറിയിക്കുന്നു. മുക്കത്ത് മീൻ പിടിക്കാൻ പോയ ഒരു യുവാവിനെ കാണാനില്ല എന്ന് പരാതി. കാണാതായത് രജീഷ് എന്ന 45 വയസ്സുള്ള ആളെ മുക്കം കടവ് പാലത്തിന് സമീപം ചെറുപുഴയ്ക്ക് സമീപത്ത് നിന്നാണ് കാണാതായത്. ബൈക്കും മൊബൈൽ ഫോണും വലയും പുഴയരികിൽ നിന്ന് കണ്ടെത്തി. ഫയർഫോഴ്സ് നാട്ടുകാർക്കൊപ്പം തെരച്ചിൽ നടത്തുകയാണെന്നും ഷഹദ് റഹ്മാൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ ബി ജെയിംസ്, മറ്റൊരു കാര്യം, ഇറാനുമായി ഒത്തുതീർപ്പുണ്ടാക്കാൻ തയ്യാറെന്ന് പാകിസ്ഥാൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇതൊരു ചുവടുമാറ്റമാണോ? ഇതും ആശ്വാസകരമായ വാർത്തയാണ്. SKN എല്ലാ ദിവസവും ഞാൻ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ 2 വാർത്തകൾ ആശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതാണ്, വല്ലാതെ ആശങ്കയിൽ ആഴ്ത്തിയതുമാണ്. ഇറാൻ കയറി പാകിസ്ഥാൻ്റെ ബോർഡർ കടന്ന് അവിടെ ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. ഒപ്പം തന്നെ തിരിച്ച് പാകിസ്ഥാൻ ഇറാൻ്റെ മണ്ണിൽ കയറി അതേ പേരുള്ള ബലൂചിസ്ഥാനിൽ അടി നടത്തി അവിടെ 10 പേർ കൊല്ലപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ
പ്രദേശങ്ങളിലേക്ക്, പശ്ചിമേഷ്യയിൽ നിന്നും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലേക്ക് പടരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. എന്തായാലും പാകിസ്ഥാൻ്റെ കാവൽ പ്രധാനമന്ത്രി ദാവോസിൽ നിന്ന് സാമ്പത്തിക ഫോറം, വേൾഡ് എക്കണോമിക് ഫോറം നടക്കുന്ന അവിടെ നിന്ന് യാത്ര ചുരുക്കി ഇവിടെ എത്തി. ഖാക്കർ എന്ന പ്രധാനമന്ത്രി, അദ്ദേഹം കാവൽ പ്രധാനമന്ത്രിയാണ്, പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അപ്പോൾ കാവൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് ഇറാനുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന തീരുമാനമെടുത്തു. പാക് വിദേശകാര്യമന്ത്രി, അതും കാവൽ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹം വിളിച്ച് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയോട് ഇത് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ശമനമുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ത്യ വളരെ ആകാംക്ഷയോടെയാണ് അത് കാത്തിരുന്നത്. ഒരു തരത്തിൽ പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയാണ്. കാരണം പാകിസ്ഥാൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ശ്രദ്ധ ഇറാനിലേക്ക് പോകുന്നത് ആ തരത്തിൽ ആശ്വാസമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന അവസ്ഥ ഇപ്പോൾ തന്നെയുണ്ട്. ഇന്ത്യയുടെ 10 പടക്കപ്പലുകൾ SKN ചെങ്കടലിലും അറബിക്കടലിലുമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ചരക്ക് കപ്പലിനെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ നാവികസേനയാണ്. ഇപ്പോൾ ഇന്ത്യ ഓൾറെഡി അവിടെ വന്ന് പെട്ടുകഴിഞ്ഞു. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള കടൽപാത അല്ലെങ്കിൽ സമുദ്രത്തിലേക്കുള്ള യാത്ര തടയുന്ന രീതിയിൽ ഹൂതികൾ യമനിൽ നിന്ന് ഇപ്പോഴും മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക 6ാം തവണയും അവിടെ ഹൂതികളുടെ കേന്ദ്രത്തിൽ യമനിൽ ബോംബാക്രമണം നടത്തി ടോമോഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. എന്തായാലും ഈ മേഖല മുഴുവൻ വല്ലാത്ത തരത്തിലേക്ക് പോകുമ്പോഴാണ് പാകിസ്ഥാനും ഇറാനും തമ്മിൽ ഒരു സന്ധി സംഭാഷണത്തിലെത്തിയ. അതിന് കാരണം ചൈനയും റഷ്യയുമാണ്. ചൈനയും റഷ്യയും ഇടപെട്ട് ഈ തരത്തിൽ ഇത് മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു ആൻറ്റി അമേരിക്കൻ ഇതിൻ്റെ രംഗത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അതുപോലെ തന്നെ ചൈനയുമായും ഇപ്പോൾ റഷ്യയുമായിട്ടും ബന്ധമുള്ള രാജ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇതിനൊരു അത്ഭുതകരമായ വാർത്ത, ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യയുടെ ചെറിയ പ്രതികരണം വന്നത് അടി കിട്ടിയാൽ തിരിച്ചടിക്കാൻ പാകിസ്ഥാന് അവകാശമുണ്ടെന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു SKN. എന്തായാലും ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരുകയല്ല, പതുക്കെ പതുക്കെ പടർന്നു പിടിക്കുകയാണ് എന്ന് വേണം കരുതാൻ SKN. ജെയിംസെ, മറ്റൊരു കാര്യം, ഈ ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിൽ സൈനികർ 2 തവണ കൂടി ഏറ്റുമുട്ടി എന്ന രീതിയിൽ വാർത്ത വരുന്നു. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? SKN ഇതുവരെ നമ്മൾ കണ്ടുതീരുന്ന ഒരു 3-4 വർഷത്തോളമായി 2020 മെയ് മാസത്തിൽ കയറിയതാണ് ചൈന ഇന്ത്യയുടെ മണ്ണിൽ. അന്ന് 1000 സ്ക്വയർ കിലോമീറ്ററിൽ അവർ കയറി പറ്റിയെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത്. ഇന്ത്യ അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ചൈനയുടെ പ്രസൻസ് ഇപ്പോഴും ഇന്ത്യൻ മണ്ണിലുണ്ട്, അവർ വിട്ടുപോയിട്ടില്ല. നമ്മുടെ 65 ചെക്ക് പോയിന്റുകളിൽ 26 ഇടത്ത് അവർ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതിനിടയിലാണ് ഒരുപക്ഷെ ഒരു വലിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്ന SKN. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പലതും ആ വാർത്തകൾ പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ 2020 ജൂൺ 15 ഗാൽവൻ താഴ്വരയിൽ ഒരു എന്താ പറയുക രക്തക്കളം സൃഷ്ടിച്ച ഏറ്റുമുട്ടൽ നടന്നത്. അതിൽ ഇന്ത്യയിലെ 20 സൈനികർക്ക് വീരമൃത്യു പ്രാപിക്കേണ്ടി വന്നു. ചൈനയുടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു, പക്ഷെ അവരതിൻ്റെ യഥാർത്ഥ സംഖ്യ പുറത്തുവിട്ടില്ല. പിന്നീട് 4 പേർ കൊല്ലപ്പെട്ടു എന്ന് അവർ പറഞ്ഞു, പിന്നെയും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമാണ് ഇവർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിട്ട് പുറത്ത് പ്രചരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്ന ഈ സേനാ മെഡലുകൾ നൽകുന്നതിന് നൽകിയ പ്രശംസാ പത്രത്തിൽ 2020 ഇതുവരെ വെളിപ്പെടുത്താത്തതാണ്. 2022 ജനുവരി 7-നും 2022 നവംബർ 27-നും 2 തവണ ചൈന നമ്മുടെ സ്ഥലത്തേക്ക് ഇരച്ചു കയറുകയും ഇന്ത്യൻ സൈനികർ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി, വലിയ രീതിയിലുള്ള അല്പം രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഇത് നടന്നു എന്നുള്ളത് പ്രശംസാ പത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് വാർത്തയായിട്ട് വരികയാണ്. ഇപ്പോൾ ഇനിയുള്ള പ്രശംസാ പത്രങ്ങളിൽ എന്താണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പുറത്തു പറയേണ്ടതില്ല എന്നുള്ളത് കൂടി വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ജനറൽ കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനയുടെ പുസ്തകം, അതിലദ്ദേഹം പറയുന്നുണ്ട് ഗാൽവൻ വാലിയിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഇന്ത്യയും ചൈനയും നടന്നപ്പോൾ ഇന്ത്യയുടെ നേതൃതലത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന വിവാദ പരാമർശം വന്ന ആ പുസ്തകം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ചൈന അതിർത്തിയിൽ ദുരൂഹമായ പലതും നടക്കുന്നു, അത് പുറത്തു വരുന്നില്ല എന്ന് പാർലമെൻറ്റിൽ ആരോപണമുണ്ടായിരുന്നു, പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായാലും ചൈന ഇപ്പോഴും തായ്വാൻ കടലിടുക്കിൽ മറ്റ് മേഖലകളിലൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചൈന ഇപ്പോൾ ചെങ്കടലിലെത്തി ഈ ഹൂതികളുടെ ആക്രമണം തടയാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആകെ അവകാശപ്പെടാവുന്നൊരു നേട്ടം. അത് മറ്റുള്ളവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. SKN.
ജെയിംസേ, നമ്മുടെ ഈ വാർത്തക്കിടയിൽ രണ്ട് കാര്യം. സജി മാങ്കോട് പറഞ്ഞു PP അണ്ണൻ 24-ൽ വന്നാലും യുദ്ധം, വീട്ടിൽ പോയാൽ വീട്ടുകാരുടെ യുദ്ധം. എങ്ങനെ മനസ്സിലായി സജി മാങ്കോട്? വീട്ടുകാരുടെ യുദ്ധമൊന്നുമില്ല എസ് കെ, വീട്ടുകാരുടെ യുദ്ധം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതിലെ ടോർപിഡോ എന്ന് പറയുന്നത് PP എന്നാൽ പഞ്ചപാവം ജെയിംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അതും കൊള്ളാം അല്ലേ? പഞ്ചപാവം. ഓക്കെ, അപ്പോൾ താങ്ക് യു PP ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.